തൃശൂർ CPI-യിൽ ഒരുപാട് ഭിന്നതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സമ്മേളന കാലത്തൊക്കെ വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. ഇതിലിപ്പോൾ CC മുകുന്ദൻ MLA-യെ അനുനയിപ്പിക്കാൻ CPI സംസ്ഥാന നേതൃത്വം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. CC മുകുന്ദനെ ഏമൻ സ്മാരകത്തിലേക്ക് ബിനോയ് വിശ്വം വിളിച്ചു വരുത്തി. ജില്ലാ സമ്മേളനത്തിൽ നിന്ന് മുകുന്ദൻ ഇറങ്ങിപ്പോവുകയും പാർട്ടി നേതൃത്വത്തിനെതിരെ പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് നടപടി. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. നമുക്ക് അർജുൻ രാജ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിട്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ ഇറങ്ങിപ്പോകുന്നു, പിന്നീട് നേതൃത്വത്തിനെതിരെ പരാതി ഉന്നയിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ബിനോയ് വിശ്വവുമായി ബന്ധപ്പെടുകയും തന്റെ പരാതികൾ അറിയുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണോ അതോ അവസാനിച്ചോ? എന്തായിരിക്കും കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? ഒരു അനുനയ ശ്രമമായിരിക്കുമോ? സേതു, CPI-യുടെ സംസ്ഥാന കൗൺസിൽ ഇന്ന് ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ CC മുകുന്ദനെ ബിനോയ് വിശ്വം MN സ്മാരകത്തിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. സേതു പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ജില്ലാ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് വിവാദമുണ്ടാകുകയും ഒക്കെ ചെയ്തതാണ് CC മുകുന്ദനെ സംബന്ധിച്ച്. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കെ മുകുന്ദന്റെ വാദം അല്ലെങ്കിൽ ഭാഗം എന്താണെന്ന് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് പാർട്ടിക്കും നേതാക്കൾക്കും എതിരെ ഒക്കെ മുകുന്ദൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വന്തം പേഴ്സണൽ അസിസ്റ്റന്റായിട്ടുള്ള ആൾ ലെറ്റർ പാഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി, തിരിമറി നടത്തിയെന്നാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. ജില്ലാ സമ്മേളന വേദിക്കകത്ത് ഇത് സംബന്ധിച്ചുള്ള പരാതിയിൽ ആ മൊഴി മാറ്റി പറയാൻ CPI നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അതായത് പേഴ്സണൽ അസിസ്റ്റന്റിനെതിരായി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് CC മുകുന്ദൻ. അതായത് തൻ്റെ ലെറ്റർ പാഡ് വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന് പോലും നൽകിയിട്ടുള്ള മൊഴി. അതേ സമയത്ത് ഈ മൊഴി മാറ്റാനായിരുന്നു CPI നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം നിരാകരിക്കുകയും അതിന് പിന്നാലെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് CC മുകുന്ദനെ ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുകുന്ദൻ ഈ ജില്ലാ സമ്മേളന വേദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഈ തരത്തിൽ വിവാദമുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പരാതി പിൻവലിക്കണം, ഈ മൊഴി മാറ്റണമെന്നാണ് CPI നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അക്കാര്യം അദ്ദേഹം അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ പോലും വിമർശനം ഉന്നയിച്ചിട്ടുള്ള അദ്ദേഹത്തിനെതിരെ, CC മുകുന്ദനെതിരെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു അനുനയ നീക്കം സാധ്യമാണോ എന്നുള്ളതാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അന്വേഷിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് CC മുകുന്ദനെ ഇപ്പോൾ MN സ്മാരകത്തിലേക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ CC മുകുന്ദൻ പുറത്തേക്ക് വരും. അതിനുശേഷമായിരിക്കും CPI-യുടെ നേതൃയോഗം ആരംഭിക്കുക. ഈ വിഷയം ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കം ഉണ്ടോ, ആരാണ് വഴങ്ങിയത്, CPI-യുടെ നേതൃത്വമാണോ മുകുന്ദനാണോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാം. അതാണ് അർജുൻ, അതാണ് ഏറ്റവും നിർണായകം. ഇതിൽ ആര് വഴങ്ങും, ആരുടെ നിലപാടാണ് വിജയിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നിർണായകമാവുക. ശരി, അപ്പോൾ തൃശൂർ CPI-യിലെ ഭിന്നതയിൽ CC മുകുന്ദനുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം.